ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ഷൈജു മണ്ഡപത്തിക്കുന്ന് CMI. ഇത് എൻ്റെ ചാച്ചനും അമ്മയുമാണ്. അവരുടെ 75ാം വിവാഹ വാർഷികത്തിൻ്റെ ആ ധന്യമുഹൂർത്തത്തിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. തൊട്ടപ്പുറത്ത് ഇരിക്കുന്നത് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഫാദർ ഷാജി മണ്ഡപത്തിക്കുന്നേൽ CSC ഹോളി ക്രോസ് സഭാംഗമാണ്. അദ്ദേഹം തൻ്റെ 25ാം പൗരോഹിത്യ ജൂബിലിയും ഇന്ന് ആഘോഷിക്കുകയാണ്. ഞങ്ങൾ മണ്ഡപത്തിക്കുന്നേൽ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ ഒരു അമൂല്യമായ അനുഗ്രഹത്തിൻ്റെ അതോടൊപ്പം തന്നെ അഭിമാനത്തിൻ്റെയും മുഹൂർത്തങ്ങളിലൂടെയാണ് ഞങ്ങൾ ഈ നിമിഷം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ദിവസം ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അനുഗ്രഹീതമായ 75 വർഷത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ മനോഹാരിത മക്കളായ ഞങ്ങൾ 10 മക്കളാണ് ഞങ്ങളുള്ളത്. ആ 10 മക്കളിൽ 2 പേര് മരിച്ചുപോയി. എന്നാലും ബാക്കിയുള്ള 8 മക്കൾ ഒരുമിച്ച് സ്വർഗത്തിലിരിക്കുന്ന ആ മരിച്ചുപോയ സഹോദരങ്ങളോടൊപ്പം തന്നെ ഇന്ന് ഞങ്ങൾ ഏറ്റവും അധികം അഭിമാനിക്കുന്ന സന്തോഷിക്കുന്ന നിമിഷമാണ്. ആയിരത്തി 1974 ഞങ്ങൾ കുന്നൂന്നിയിൽ നിന്നും മലബാറിലേക്ക് കുടിയേറിയത്. ആ കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ മക്കളെ ദൈവവിശ്വാസത്തിലും അതിലേറെ സ്നേഹത്തിലും സമൃദ്ധിയിലും വിശ്വാസത്തിലും വിശുദ്ധിയും വളർത്തിക്കൊണ്ടുവരുവാൻ ഏറെ പരിശ്രമിച്ച വ്യക്തിത്വങ്ങളാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ ഷാജി അച്ഛൻ്റെ 25ാം പൗരോഹിത്യ ജൂബിലി ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ സമർപ്പണ ജീവിതത്തിലൂടെ തൻ്റെ വ്യക്തിമുദ്ര താനായിരിക്കുന്ന സഭയിലും അതോടൊപ്പം തന്നെ സമൂഹത്തിലും ദൈവത്തെ പ്രഘോഷിക്കുവാൻ എനിക്ക് കിട്ടുന്ന ഓരോ നിമിഷങ്ങളെയും ആ പൗരോഹിത്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി എല്ലാവർക്കും പകർന്നു കൊടുക്കുന്നതിൽ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ട് ഇന്ന് 25 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അഭിവന്ദ്യ പിതാക്കന്മാരായ വലിയമറ്റം പിതാവും അതുപോലെ ജോർജ് ഞർലക്കാട്ട് പിതാവ് തുടങ്ങിയ ബെന്നി വർഗീസ് പിതാവ് തുടങ്ങിയവരുടെ ഈ സാന്നിധ്യവും അതോടൊപ്പം തന്നെ വിവിധങ്ങളായ സന്യാസ സമർപ്പിത സമൂഹത്തിൽ നിന്നുള്ള അവരുടെ സാന്നിധ്യവും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ബന്ധുമിത്രാദികളുടെയും സഭയിൽപ്പെട്ട മറ്റുള്ള വ്യക്തികളുടെയും ഒക്കെയും സാന്നിധ്യം കൊണ്ടും അതോടൊപ്പം ഞങ്ങളുടെ ഇടവകങ്ങളുടെ തന്നെ ഒരു ആഘോഷമായി തന്നെയാണ് ഈ സംയുക്തമായിട്ടുള്ള ഈ ജൂബിലി സെലിബ്രേഷൻ ഇന്ന് നടത്തപ്പെട്ടത്. ആയിരത്തി 1974 മലബാറിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. ഒരു ഒക്ടോബർ മാസത്തിലാണ് ഇവിടെ വരുന്നത്. മലബാറിലോട്ട് പോരുന്ന അവസരത്തിൽ 6 മക്കളുണ്ടായിരുന്നു. ആ മലബാറിൽ വന്ന് അന്ന് നല്ല വീട്ടിൽ നിന്നൊക്കെ വന്നെങ്കിലും ഇവിടെ വന്ന് നാടൻ ഉരുകൊണ്ട് വരുന്നുണ്ടാക്കി താൽക്കാലിക ക്ഷേത്രം ഉണ്ടാക്കി അവിടെ വാസം ഉറപ്പിച്ചു. അധ്വാനിക്കാൻ തയ്യാറായി വന്നെങ്കിലും അധ്വാനക്കാരെ ഓർത്തിട്ട് വേറെ സ്ഥലമൊന്നും വാങ്ങിക്കാതെ ആദായമുള്ള റബ്ബർ തോട്ടമാണ് വാങ്ങിയത്. ആ റബ്ബർ തോട്ടത്തിൽ നിന്ന് നല്ല ആദായം വരുമാനമുണ്ടായിരുന്നു. ആ വരുമാനം വർഷകാലത്തില്ലെങ്കിലും വേനൽക്കാലത്തും മഴക്കാലത്തുമൊക്കെ ടാപ്പ് ചെയ്യാൻ അറിയാമെങ്കിലും ടാപ്പ് ചെയ്യാനുള്ള സമയം ബുദ്ധിമുട്ടായതുകൊണ്ട് ടാപ്പിങ്ങാരെ നടത്തി ടാപ്പ് ചെയ്യിച്ചുകൊണ്ടിരുന്നു. പാലെടുക്കാനും ഒക്കെ ഒന്നിനും സഹകരിക്കാതെ അവർ തന്നെ വീട്ടുകാർ തന്നെ എല്ലാ കാര്യങ്ങളും നടത്തി. ക്ഷീരണികം പോപ്പരയൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. അന്ന് ഈ
തടി ധാരാളം പറമ്പിലുണ്ടായിരുന്നു. മരുന്നും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെട്ടി തീ ഇട്ട് ചെറിയ പിന്നെ പേടിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് കാട്ടുമൃഗങ്ങളുടെ ശല്യമൊന്നും ഞങ്ങൾ വരുമ്പോൾ ഇല്ല. വല്ലപ്പോഴും വല്ല മാനൊക്കെ വന്നു പോകും, അല്ലാതെ വേറെ ശല്യങ്ങളൊന്നുമില്ലായിരുന്നു. ഒരു കൊല്ലം രാത്രി കഴിഞ്ഞപ്പം കണ്ട് പിടിച്ച് നിൽക്കാറായി. കാരണം അന്ന് വില വളരെ കുറവായിരുന്നു. 3 രൂപ 3 രൂപ 90 പൈസ, 4 രൂപ തികച്ചില്ലായിരുന്നു ഒരു കിലോയ്ക്ക്. 25 ഷീറ്റൊക്കെ ദിവസം കിട്ടുമായിരുന്നു. അങ്ങനെ അത് കൊണ്ടൊക്കെ കഴിഞ്ഞു വിടുമ്പം ഒരു വീടില്ലാത്ത ഒരു ബുദ്ധിമുട്ട്, നല്ല വീട്ടിൽ നിന്നും വന്നിട്ട് വീടില്ലാത്ത ബുദ്ധിമുട്ട് പിള്ളേർക്കൊക്കെ വളരെ വിഷമമുണ്ടാക്കി. അത് അടുത്തതായിട്ട് നല്ല ഒരു ആശാരിയെ കണ്ടുപിടിച്ച് അയാളെ കൊണ്ട് സാധനം കാണിച്ച് വീട് പണി ആരംഭിച്ചു. വീട് പണിക്കാൻ തടി വെട്ടി അർപ്പിച്ചു. അതൊക്കെ തന്നെത്താനൊക്കെ പറമ്പിൽ തന്നെ ആയതുകൊണ്ട് തടിയൊക്കെ ഞങ്ങൾ ഞാനും എൻ്റെ മൂത്ത മകന് അന്ന് പിന്നെ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതുകൊണ്ടായിരുന്നു അസുഖമായിട്ട് ടൈഫോയിഡ് വന്നിട്ട്. അതുകൊണ്ട് മൂത്ത മകൻ ജോലിയൊന്നും കൊണ്ടൊന്നും പണിയെടുക്കാൻ പറ്റില്ല. ബാക്കിയുള്ളവരുടെ പെൺകുട്ടികളായിരുന്നു. അമ്മച്ചി മറ്റൊരുത്തരോട് ഒരു ഉപദ്രവവും പോയില്ല. ചീത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു വാക്കും, ഒരു നിസ്സാര വർത്താനം പോലും ചീത്തയായിട്ടുള്ള ഭാവം വീട്ടിലോ മറ്റുള്ളവരോടോ സംസാരിക്കില്ല. യാതൊരു ഞങ്ങൾക്കില്ല. ചോറില്ലെങ്കിൽ വല്ലവരും വന്നെങ്കിൽ യാദൃശ്യമായിട്ട് വരികയാണെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും പങ്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് കഞ്ഞിവെള്ളം കുടിച്ചിട്ടായാലും ഞങ്ങൾ പരസ്പരം യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ കഴിയുമ്പോഴുണ്ട്. ഇന്നും അത് തന്നെയാണ്. അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, സന്തുഷ്ടമായിട്ട് തന്നെയാണ് ത്യാഗം ചെയ്ത്. ഇപ്പം ഒരു ചെറിയ പ്രശ്നമുള്ളത്, പ്രായത്തിൻ്റെ 90 വയസ്സായി മറവി രോഗമെന്ന് പറഞ്ഞ ഒരു ചെറിയ രോഗം വന്നതുകൊണ്ട് പല കാര്യങ്ങളിലും ചിലപ്പം അടുപ്പത്ത് വല്ലതെന്ന് വെച്ചതില്ലെന്ന് മറന്നു പോകുന്നതുകൊണ്ട് ചിലപ്പോൾ അതടുത്ത് കരിഞ്ഞു പോകും. അടുത്തല്ല സ്റ്റൗവിന് വെച്ച് മറന്നു പോയിട്ട് ഇറങ്ങിപ്പോയി. സാരമില്ല, ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അത് കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അല്ലാതെ ഇന്ന് വരെ ഞങ്ങൾ തമ്മിൽ ഒരു തരത്തിലും വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ്, 75 കൊല്ലമായിട്ട് യാതൊരു തരത്തിൽ ഞങ്ങൾ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ദ്രോഹം ചെയ്യാൻ ഇടപെടുന്ന ഒരു കാര്യവും കുറ്റത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. എനിക്ക് തന്നതൊന്നും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുമില്ല, പൈസയോ സ്വർണ്ണമോ ഒന്നും. എല്ലാവരും ആവശ്യം വരുമ്പോൾ കൊടുക്കുമ്പോൾ എല്ലാം കാണിച്ചാലും നമ്മളൊന്നും അവരത് പറഞ്ഞിട്ടുമില്ല. എനിക്കതിന് ആരോടും പരിഭവമില്ല. എന്നെ ഒന്നും അരിശപ്പെടിയില്ല, ദേഷ്യപ്പെടിയില്ല, ഒന്നുമില്ല. എന്നെ പറ്റുന്ന പോലെ സഹായിക്കുമെന്ന് മാത്രം. ഞാൻ ഫാദർ ഷാജി മണ്ഡപത്തിക്കുന്നേൽ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ചാച്ചൻ്റെ അമ്മച്ചിയുടെയും 7ാമത്തെ മക്കളിൽ 7ാമത്തെ ആളാണ് ഞാൻ. ആണുങ്ങളിൽ 2ാമത്തെ ആളാണ്. എൻ്റെ ചാച്ചൻ്റെ അമ്മച്ചിയുടെയും കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു അനുഭവമായിരുന്നു. അവരെ ഞാൻ സമീപിക്കുമ്പോൾ അവരുടെ ഇടപെടലുകൾ, അവരുടെ ജീവിത രീതി, അവരുടെ സമർപ്പണം, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ വിശ്വാസം, അവരുടെ തീഷ്ണതയെല്ലാം എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. ഞാൻ അവരൊരിക്കലും വഴക്കിടുന്നതോ പരാതിപ്പെടുന്നതോ അവർക്ക് കൂടുതൽ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. മറിച്ച് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹവും അവരുടെ ഏറ്റവും വലിയ താല്പര്യവും മക്കളായിരുന്നു. മക്കളെ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർത്തുക എന്നുള്ള ഒരു ശക്തമായ കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു. സഭയോട് വളരെ അടുത്ത് ഇടപെടുകയും സഭയ്ക്ക് വേണ്ടി വളരെയധികം ത്യാഗങ്ങളും
അതുപോലെ തന്നെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, കൃതജ്ഞതയോടെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഞങ്ങളിൽ പ്രാർത്ഥനാ ചൈതന്യം വളർത്താനും അതുപോലെ തന്നെ കുർബാനകൾ മുടങ്ങാതെ സംബന്ധിക്കുവാനും അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനകൾ എന്നും ചൊല്ലിക്കുന്നതിലും അത് പ്രാർത്ഥിക്കുന്നതിലും ഏറെ ശ്രദ്ധിക്കുകയും അതിൽ ആത്മാർത്ഥമായ മാതൃക കാണിക്കുകയും ചെയ്ത ചാച്ചൻ്റെ അമ്മച്ചിയുടെയും പ്രാർത്ഥനയുടെയും വിശ്വാസ തീഷ്ണതയുടെയും ഫലമാണ് എൻ്റെ ദൈവവിളി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ജോയി മണ്ഡപത്തിക്കുന്നേൽ വലിയരിക്കുമല താമസിക്കുന്നു. മണ്ഡപത്തിക്കുന്നേൽ ലുക്കാച്ചൻ്റെയും അറിവിക്കുട്ടിയുടെയും മൂത്ത മകനാണ്. എൻ്റെ ഇളയ സഹോദരന്മാരിൽ 2 പേര് വൈദികരും ഒരാൾ നേഴ്സിംഗ് ജോലിയെടുത്ത് UK സേവനം ചെയ്യുന്ന ആളുമാണ്. എനിക്ക് ബാക്കിയുള്ളത് 5 സഹോദരിമാരാണുള്ളത്. അതിൽ ഒരു സഹോദരി ഏതാനും നാളുകൾക്ക് മുമ്പ് മരിച്ചുപോയി. ബാക്കി ഞങ്ങളിപ്പോൾ മൊത്തം 8 പേരും ഞങ്ങൾ ഒന്നിച്ച് സഹകരിച്ചാണ് ജീവിക്കുന്നത്. ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ഭക്ഷിക്കുകയും ചെയ്യുന്ന ഭവനങ്ങൾ നിലനിൽക്കും എന്ന് ബൈബിളിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒന്നിച്ച് 9 മക്കളും എല്ലാവരും ഒന്നിച്ചു കൂടുന്ന ആ നിമിഷം വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവമാണ് ഞങ്ങൾക്കുണ്ടാകാറുള്ളത്. എപ്പോഴും ദൈവവിശ്വാസത്തിലും പ്രാർത്ഥനയിലുമൊക്കെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഉള്ള ഒരു ജീവിതമാണ് ഞങ്ങൾക്കുള്ളത്. ചാച്ചനാണെങ്കിലും പള്ളിയിലെ കൈക്കാരനും അതുപോലെയുള്ള പൊതുക്കാര്യങ്ങളിലൊക്കെ ഏറെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ PDC വിദ്യാഭ്യാസത്തിന് ശേഷമാണ് മലബാറിലേക്ക് വരുന്നത്. ഇവിടെ വലിയരിക്കുമലയിൽ വന്ന സ്ഥലമൊക്കെ എടുത്ത് താമസിക്കുന്ന സമയത്ത് റോഡോ കറണ്ടോ ഫോണോ അങ്ങനെയുള്ള യാതൊരു സൗകര്യവും ഇല്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്നൊരു പോസ്റ്റ് ഓഫീസും ഒരു LP സ്കൂളും പിന്നീട് ഒരു ചെറിയ ഞായറാഴ്ച കുർബാന മാത്രം നടക്കുന്ന ഒരു ദേവാലയമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഒരു വികസനത്തിൻ്റെ ഒരു നാളുകളായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. വലിയരിക്കുമലയിൽ ആദ്യമായിട്ട് ഫോൺ എത്തിച്ചത് ചാച്ചൻ്റെയും ഇവിടെയുള്ള റേഷൻ ഷോപ്പ് നടത്തിയിരുന്ന ആളും സംയുക്തമായിട്ടാണ്. അപ്പോൾ അന്ന് ഇവിടെ ജോലി ചെയ്തിരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിരുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്നായിരുന്നു. അങ്ങനെ വളരെ ഒരു അത്യാവശ്യമായ ഒരു വസ്തുവിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ആദ്യമായിട്ട് ടെലിഫോൺ സൗകര്യമാകുന്നത്. പിന്നീട് വൈദ്യുതി ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഞങ്ങളുടെ പ്രദേശത്ത് വൈദ്യുതിക്ക് വേണ്ടിയിട്ട് 1982 ഒരു കമ്മിറ്റി രൂപീകരിച്ച് ചാച്ചനും വണ്ടറൂന്ന ജോയിച്ചേട്ടനെ പോലെയുള്ള ആൾക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഏതാണ്ട് 9 വർഷക്കാലം KSEBയുടെ ശ്രീകണ്ഠാപുരം, പയ്യന്നൂർ, കണ്ണൂർ എന്നീ സ്ഥലങ്ങളിലെ ഓഫീസുകൾ നിരന്തരമായി കയറിയിറങ്ങിയതിന് ഫലമായിട്ടാണ് 104ഓളം പേർക്ക് കണക്ഷൻ കൊടുക്കാനായിട്ട് സാധിച്ചത്. ഒത്തിരിയേറെ ത്യാഗം സഹിച്ച് നാട്ടുകാരുടെ സഹകരണത്തോടുകൂടിയാണ് വൈദ്യുതി വലിയരിക്കുമലയിലെത്തിയത്. അത് വലിയൊരു സംഭവമായിരുന്നു. പിന്നീട് സ്വകാര്യ ബസ് സർവീസ് നടത്തി നിന്ന് പോയപ്പോൾ അന്ന് പാർട്ടിയുടെ ആൾക്കാരൊക്കെ ആയിട്ട് പരിചയമുണ്ടായിരുന്നു. ചാച്ചൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പെരുമ്പുഴ ഫിലിപ്പിയേട്ടൻ്റെ നേതൃത്വത്തിൽ ചാച്ചനും MV പൗലോസ് മാവേലി എന്ന് പറയുന്ന വ്യക്തിയുമൊക്കെ ഞങ്ങളുടെ വികാരിയച്ഛനായിരുന്ന ഫാദർ മാത്യു വേങ്ങക്കുന്നേൽ തുടങ്ങിയവരുടെ സഹകരണത്തോടുകൂടി വലിയരിക്കുമലേക്ക് KSRTC ബസ് അനുവദിക്കുകയുണ്ടായി. അത് കണ്ണൂരിൽ നിന്നും നടുവിൽ ചെമ്പേരി മിഡ്ലാക്കയം വഴിയായിരുന്ന സർവീസ്. ആ സർവീസ് 30-35 വർഷത്തോളമായി ഇപ്പോഴും യാതൊരു മുടക്കവും കൂടാതെ സർവീസ് നടത്തുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനകരമായ ഒരു കാര്യമാണ്. എപ്പോഴും ചാച്ചൻ പറയുന്നൊരു കാര്യമാണ്, എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും ചാച്ചൻ പറയുന്നൊരു കാര്യം ഇതാണ്: ദൈവം തരും, ദൈവം സംരക്ഷിക്കും, ദൈവം സഹായിക്കും. അത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും ചാച്ചൻ്റെ ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും അല്ല അമ്മച്ചിയുടെ ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും വരുന്ന ഒരു ഉൾവിളി എന്ന് പറയുന്നത് ദൈവത്തോട് കടപ്പെട്ടിരിക്കുക, കൃതജ്ഞതയോടുകൂടി കടപ്പെട്ടിരിക്കുക എന്നുള്ള ഒരു സന്ദേശമായിരുന്നു. അത് തീർച്ചയായിട്ടും എന്നെ വളരെയധികം ആകർഷിച്ചു. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എല്ലാ മക്കൾക്കൊക്കെ വിദ്യാഭ്യാസം കൊടുത്തു. എല്ലാ പെൺമക്കളിൽ 3 പേര് B.Ed പാസ്സാകാനൊക്കെ സാധിച്ചിട്ടുണ്ട്. വൈദികരായിട്ടുള്ള 2 സഹോദരന്മാരുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ കാര്യമാണ്. അവർ നല്ല നിലയിൽ സേവനം ചെയ്യുന്നു എന്നുള്ള അറിഞ്ഞതിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അവരെ ഈ നിലയിലേക്ക് എത്തിച്ചപ്പോൾ അതുവഴിയായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്
ഞങ്ങൾക്ക് ഓരോ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഏത് ആപത്ത് ഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം ഞങ്ങളുടെ മേലുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. എനിക്കൊരു 11 വയസ്സ് പ്രായം ഉള്ളപ്പോൾ ഒരിക്കൽ നമ്മുടെ തലശ്ശേരി അതിരൂപതയുടെ അഭിനന്ദ പിതാവ് മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി ഒരിക്കൽ ഇടവക സന്ദർശിക്കുകയും ആ അവസരത്തിൽ ഇടവകയായിരുന്നില്ല, അപ്പോൾ മിഡിലാക്കയം പള്ളിയുടെ കുരിശുപള്ളിയായിട്ടായിരുന്നു അരീക്കമല ദീപഗിരി പള്ളി നടന്നു പോകുന്നത്. ആ അവസരത്തിൽ വള്ളോപ്പള്ളി പിതാവ് തിരിച്ചു പോകുന്ന സമയത്ത് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ജീപ്പിന് ചുറ്റും കൂടിയിട്ട് പറഞ്ഞു, പിതാവെ ഞങ്ങൾക്കൊരു വൈദികനെ ഇടവക വികാരിയായിട്ട് ലഭിക്കണം. അപ്പോൾ പിതാവ് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, നിങ്ങളുടെ ഇടവകയിൽ അച്ഛന്മാരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് അച്ഛന്മാരാരുമില്ല. എപ്പോഴിടവകയിൽ നിന്നൊരു അച്ഛനുണ്ടാകുന്നോ അന്ന് നിങ്ങൾക്കൊരു വികാരിയെ തരുന്നതാണ് എന്ന് പിതാവ് അവിടെ കൂടിയിരുന്ന ആൾക്കാരോട് പറഞ്ഞു. ഞാൻ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചു, എന്തുകൊണ്ട് എനിക്ക് ഒരു വൈദികനായിക്കൂടാ? പ്രത്യേകിച്ച് എനിക്ക് കുർബാനയോട് ഏറെ ഇഷ്ടവും താല്പര്യവും ബഹുമാനവും ഉള്ള ഒരു വ്യക്തിയായിരുന്നു ചെറുപ്പത്തിൽ പോലും. അപ്പം ഞാൻ മനസ്സിൽ ഇങ്ങനെ കരുതി, ഒരു പക്ഷേ ഞാൻ അച്ഛനാവുകയാണെങ്കിൽ നമ്മുടെ ഇടവയ്ക്കൊരു വികാരിയെ നമ്മുടെ അഭിമന്യമാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവ് നൽകും. അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു വളരെ ശക്തമായിട്ട്. അങ്ങനെ ഞാൻ അത് ഒരു ഭാഗം ഈ ദൈവവിളിയുടെ, മറിച്ച് എനിക്ക് വിശുദ്ധ കുർബാനയോട് അളവറ്റ സ്നേഹവും ബഹുമാനവുമാണ്. അതെനിക്ക് എന്താണെന്ന് വാക്കുകളിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, മറിച്ച് എനിക്ക് വിശുദ്ധ കുർബാന എപ്പോഴും ഒരു പുതിയ അനുഭവമാണ്. അതുകൊണ്ട് എനിക്കും അൾത്താരയിൽ നിന്ന് ബലിയർപ്പിക്കാനായിട്ട്, ദൈവത്തോട് നന്ദി പറയാനായിട്ട്, ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം വിശുദ്ധ കുർബാനയിലൂടെ കൃതജ്ഞതയോടെ സ്നേഹത്തോടെ സമർപ്പിക്കുന്ന ഒരു അനുഭവം ഞാൻ ഇന്ന് സ്വപ്നം കാണുമായിരുന്നു. ഒരുപക്ഷെ ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു 1999 ജനുവരി 16-ാം തീയതി അഭിമന്യ മാർ ജോർജ് വലിയമറ്റം പിതാവിൻ്റെ കൈവഴി പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കാൻ എന്നെ സഹായിച്ചത്. അതുപോലെ തന്നെ എന്നെ ഏറെ സ്വാധീനിച്ച ഒരു വൈദികൻ എന്ന് പറയുന്നത് ഫാദർ ജോസ് ചെമ്പോട്ടിക്കൽ CSE ആണ്, എൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടർ. അദ്ദേഹത്തിൻ്റെ എളിമയും അദ്ദേഹത്തിൻ്റെ ലാളിത്യവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി എല്ലാം എന്നെ വളരെയധികം ആകർഷിച്ചു. ത്രിപുര, മേഘാലയ, മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മിഷണറിമാരുടെ സേവനത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അത് ഏറെ കൗതുകം ഉണർത്തുകയും അതിനോടൊരു അഭിനിവേശം തോന്നുകയും അവിടെ പോയി ജോലി ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടാവുകയും ചെയ്തു. അതനുസരിച്ച് ഫാദർ ജോസ് ചെമ്പോട്ടിക്കൽ എന്ന എൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം ഞാൻ ആ സഭയിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അത് അവർ പ്രോസസ്സ് ചെയ്യുകയും അങ്ങനെ എനിക്ക് അവിടെ സെലക്ഷൻ കിട്ടുകയും അങ്ങനെ തുടർന്നുള്ള ഫോർമേഷനിൽ ഏകദേശം 14 വർഷത്തോളം പഠനമുണ്ടായിരുന്നു. അങ്ങനെ 1999 ജനുവരി 16-ാം തീയതി ഞാൻ പൗരോഹിത്യം സ്വീകരിക്കുകയും ഇന്നേ ദിവസം അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കാനായിട്ട് ദൈവം എനിക്ക് കൃപ നൽകുകയും ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ കുർബാനയും പുതിയ അനുഭവങ്ങളാണ്. ഓരോ ദിവസവും പുതിയ നന്മകളും കൃപകളും ലഭിക്കുന്ന അവസരമായിരുന്നു. മിഷൻ പ്രവർത്തനം ചെയ്ത ത്രിപുര, മേഘാലയ സംസ്ഥാനങ്ങളിലാണ്. അഗർത്തല രൂപതയിലും ജവായ് രൂപതയിലും ഷില്ലോങ് രൂപതയിലും ഞാൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങളെല്ലാം എനിക്ക് കൂടുതൽ വിശ്വാസവും അതുപോലെ തന്നെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ കൂടുതൽ ആഴപ്പെടുത്തുന്നതുമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു. അതിന് എന്നെ നയിക്കുന്ന സഭയുടെ അധികാരികളോടും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരോടും ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ 5 സഹോദരിമാരോടും 3 സഹോദരന്മാരോടും ചാച്ചനോടും അമ്മച്ചിയോടും അവരുടെ പ്രാർത്ഥനയും സ്നേഹവും കരുതലുമാണ് എന്നെ വളരെ സന്തോഷവാനും ശുഭാപ്തി വിശ്വാസമുള്ളവനും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന ഒരു ഉൾവിളി ശക്തമായി നിലകൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതും. ചാച്ചൻ അതുപോലെ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ, നാട്ടിലായിരുന്നപ്പോൾ സർവീസ് ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി മെമ്പർ, രാഷ്ട്രീയ പാർട്ടിയിലെ കർഷക യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറി, ഇങ്ങനെ വിവിധ മേഖലയിൽ രാഷ്ട്രീയവും സാമൂഹികമായ മേഖലകളിലൊക്കെ ചാച്ചൻ പ്രവർത്തിച്ചത് ഞങ്ങൾക്ക് ഇവിടെ നാട്ടിലെ ഒത്തിരി പേരെ പരിചയപ്പെടാനും അവരുടെ സ്നേഹബന്ധത്തിലാകാനും ഒക്കെ സാധിച്ചത് ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രദേശത്തിനും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് മാറിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചതെന്നുള്ളതിൽ കർഷകൻ എന്നുള്ളതിൽ അഭിമാനമുണ്ട്. അതോടൊപ്പം
ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഒത്തിരിയേറെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻപന്തിയിൽ ഇറങ്ങാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ അതിരൂപതയുടെ അധ്യക്ഷനായിരിക്കുന്ന മാർ പാമ്പളാനി പിതാവുമായിട്ട് ഞങ്ങൾ വളരെ അടുത്ത ബന്ധത്തിലായിരുന്നു. കാരണം ഞങ്ങളുടെ ഇടവകയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തോടൊപ്പം രാപകലില്ലാതെ ദേവാലയ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ശ്രമദാനം നടത്താനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചത് വലിയൊരു അനുഭവമായിരുന്നു.